വനിതാ സംരംഭകരെ ആദരിക്കലും സെമിനാറും സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംരംഭകരെ ആദരിക്കലും സെമിനാറും സംഘടിപ്പിച്ചു. ചെറുപുഴ ശ്രേയസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുഴി ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു. സോണിയ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ ഉത്തരവാദിത്വപൂർണമായ ചോദ്യങ്ങൾ ചോദിച്ചൊരു അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ എന്ത് തുടങ്ങണമെന്നറിയാതെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. നമുക്ക് തുല്യതയുണ്ടോ എന്ന ചോദ്യവുമായിട്ട് സോണിയ ഈ വനിതാ ദിനം വളരെ അർത്ഥവത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അധ്യക്ഷ പ്രസംഗത്തിലൂടെ നമ്മുടെ ശ്രീമതി സോണിയ മുമ്പോട്ട് വെച്ച ചോദ്യങ്ങൾ, നമുക്ക് തുല്യതയുണ്ടോ, നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരേ പ്രാധാന്യമുള്ള പ്രവൃത്തിയാണോ എന്നൊക്കെ നാം വീണ്ടും വീണ്ടും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇന്ന് ശ്രീ കെ രതീഷ് ഇവിടെ വന്ന് ഈ മോട്ടിവേഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉയരും. അതൊക്കെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കുവാനും നമുക്ക് കൂടുതൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ ഇത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. ശ്രീമതി സോണിയ ചോദിച്ചതുപോലെ ഇതുപോലുള്ള അവസരങ്ങളിൽ പ്രസംഗിക്കാനും ആദരിക്കാനും വേണ്ടി മാത്രമാണോ? ഇപ്രാവശ്യത്തെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ തീം, ആപ്തവാക്യം ശ്രീമതി ഡോളി പറഞ്ഞു, ഗിഫ്റ്റ് ടു ഗെയിൻ എന്നാണ്. അതിൻ്റെ വിശകലനമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ നൽകുന്നതിലൂടെ നേടുക എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീ സമുദ്ധാരണത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി സമൂഹം കൂടുതൽ നൽകണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുവഴി സ്ത്രീ സമൂഹം കൂടുതൽ ശാക്തീകരിക്കപ്പെടണം എന്നുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാർച്ച് 8 നമ്മൾ വനിതാ ദിനം ആചരിക്കുന്നെങ്കിലും നമ്മുടെ വനിതകൾ എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വനിതകൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാലല്ലേ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ചെയ്യുന്നത്. അതായത് നമ്മുടെ മക്കളായി, നമ്മുടെ മാതാപിതാക്കളായി, അല്ലെങ്കിൽ മറ്റുള്ളവരായി, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും ഓടുന്നത്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ഒരു ദിവസം പോലും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ രാവിലെ എന്നിട്ട് എന്താ ചെയ്യുക, നമ്മുടെ മക്കളെ ഇപ്പോൾ സ്കൂളിൽ വിടണം, അല്ല ബാക്കി കാര്യങ്ങൾ നോക്കണം. ഇന്ന് തന്നെ ഇപ്പം രാവിലെ വരുമ്പോൾ എന്തെല്ലാം വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടാണ് നമ്മൾ വരുന്നത്. മോട്ടിവേഷണൽ ട്രെയിനർ രജീഷ് കെ പറമ്പിൽ സെമിനാറിന് നേതൃത്വം നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു പേരിങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ പത്രത്തിൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ഫോട്ടോയും പേരും ജീവിത കഥയൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. കുട്ടിയുടെ പേരെന്താണ്? ശ്രേയാണോ? ശ്രീജ അല്ലെ? നോക്കൂ, ശ്രീജ അല്ലെ? എന്താണ് ശ്രീജയെ കുറിച്ച് ഒരു പത്രം കൊടുത്തിരിക്കുന്ന ഹെഡിങ്? ശ്രീജ മാത്രമല്ല, മറ്റു കുട്ടികളുമുണ്ട്. ഇവർ പാഠമാണ്. ശ്രീജ നമ്മുടെ മലയാളിയാണ്, തിരുവനന്തപുരം ജില്ലക്കാരിയാണ്. ആ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും അല്ലേ? വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വന്ന്, സാമ്പത്തികമായി മാത്രം പിന്നാക്കാവസ്ഥയിൽ നിന്നും വന്ന് ഇന്ന് IAS, അതായത് IFS നേടണം. അതായത് ഇവിടെ ഒന്നും നിൽക്കില്ല എൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ വിദേശത്ത് പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്ന വളരെ സൗന്ദര്യാത്മകമായ ഒരു കാവ്യ ഭംഗിയുള്ള ശ്രീജയുടെ വാക്കുകൾ കണ്ടു. ഞാൻ ഇന്നയാളാകും, ഒറ്റ തവണ കൊണ്ട് ഞാൻ IFS നേടുമെന്ന് ശ്രീജ എവിടെ എഴുതിയിട്ടിരുന്നു? 2 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മുറിയിൽ എഴുതിയിട്ടിരുന്നു. ആ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് രാവിലെ പത്രം വായിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതാണ് നോക്കൂ,
ഇത് കണ്ടോ, എഴുതിയിട്ടതിന്റെ ചിത്രമൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. IFS ഇൻ 2026 ഞാൻ നേടി. പ്രതിസന്ധികളുണ്ട്. ശ്രീജയുടെ അപ്പൻ പപ്പ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അഭിമുഖത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ വെറും 200 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. ചടങ്ങിൽ CDO ഡോളി ജോജി സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം ഓഫീസർ ഷാജു മാത്യു, യൂണിറ്റ് പ്രസിഡന്റ് ഷാജി TJ, ശ്യാമള ഉമേശൻ എന്നിവർ പ്രസംഗിച്ചു. ശ്രേയസ് പുരുഷ സ്വയം സഹായ സംഘ അംഗങ്ങളാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.